തച്ചിലെടുത്ത് മാധവൻ നായർ പ്രതാപശാലിയായിരുന്നു. തന്നെയല്ല, മറ്റുള്ളവരോട് അനുകമ്പയും സഹാനുഭൂതിയും ഉള്ളവനായിരുന്നു. എന്നാൽ മാധവൻ നായർക്ക് ഒരേ ഒരു മകൻ മാത്രമേ ഉള്ളൂ. മകൻ ചെറുപ്പം തൊട്ടേ അച്ഛനെ അനുസരിക്കാതെ ഒരു താൻ തോന്നിയെപ്പോലെ ജീവിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. പ്രായമായി വന്നു കഴിഞ്ഞപ്പോൾ ആരെ അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുമായിരുന്നു. മാധവൻ നായർക്ക് അനേക വസ്തുക്കൾ പലയിടങ്ങളായിട്ടുണ്ട്. എന്നാൽ അവരുടെ അടുത്തുള്ള വസ്തുവിൽ ഒരു കുടികിടപ്പുകാരത്തിയുണ്ട്, നാണിത്തള്ളയും മകളും. ഈ നാണിത്തള്ളയും മകളും ഈ മാധവൻ നായരുടെ വീട്ടിലെ ജോലിക്കാരായിരുന്നു. ഒരു ദിവസം ഈ മാധവൻ നായരുടെ മകന് ഈ നാണിത്തള്ളയുടെ മകളോട് ഏതോ മോശമായ രീതിയിൽ പെരുമാറി. അത് നാണിത്തള്ള ആ മാധവൻ നായരോട് പറഞ്ഞു. മാധവൻ നായർ മകനെ വിളിച്ച് ശകാരിക്കുകയും ശാസിക്കുകയും ചെയ്തു. എന്നാൽ ആ മകൻ്റെ മനസ്സിൽ അത് ഒരു വൈരാഗ്യമായിട്ട് മാറി. ഇവരുടെ വീട്ടിലെ കുടികിടപ്പുകാരനായിരുന്ന ഈ നാണിത്തള്ളയും മകളും താമസ വീട് അല്പം തൊട്ട് അടുത്തല്ലെങ്കിൽ ഇച്ചിരി അകലെയായിരുന്നു. ഇവരുടെ മാധവൻ നായരുടെ പറമ്പിൽ തന്നെയാണ്. ഇവനെ സന്ധ്യ ആയപ്പോൾ മദ്യപിച്ച് കുറച്ച് ആളുകളുമായിട്ട് ചെന്നിട്ട് ഈ തള്ളിയോട് പറഞ്ഞു, ഇന്ന് ഇവിടുന്ന് ഇറങ്ങിക്കോണം, ഇവിടെ താമസിക്കാൻ സാധിക്കത്തില്ല. അവനെക്കുറിച്ച് തൻ്റെ അച്ഛനോട് പറഞ്ഞതിൻ്റെ വാശിയാണ്. മദ്യപിച്ചിരുന്നായ ഈ മാധവൻ നായരുടെ മകനെ കൂട്ടുകാരോട് പറഞ്ഞു, ഇവരെ ഇപ്പം തന്നെ നമുക്ക് ഇവിടുന്ന് ഇറക്കി വിടണം. നാണിത്തള്ള അവൻ്റെ കാല് പിടിച്ച് പറഞ്ഞു, കുഞ്ഞെ, ഞങ്ങൾക്ക് വേറെങ്ങും പോകാൻ സ്ഥലമില്ല, ഞങ്ങളെ ഇറക്കി വിടല്ലേ, ഞാനും എൻ്റെ മകളും എങ്ങോട്ട് പോകും, എനിക്കതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളുടെ വസ്തുവിനും താമസിക്കാൻ സാധിക്കില്ല. അവർ കരഞ്ഞ് പറഞ്ഞു, എന്നിട്ടൊന്നും കേട്ടില്ല. ഇവരെ സന്ധ്യയായപ്പോൾ അവർക്ക് കഞ്ഞി വെക്കുവാൻ വേണ്ടി ഉള്ള അരി അവർ വെളിയിൽ അടുപ്പ് കൂട്ടി ആ അടുപ്പിൽ അരി കിടന്ന് തിളയ്ക്കുകയാണ്. ഈ മകൻ അവിടെ ചെന്ന് ഈ കഞ്ഞി തിളച്ചുകൊണ്ടിരുന്ന അരിക്കലം എടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അവിടെ നിന്നോട് പറഞ്ഞു, കത്തിക്കടാന്ന് പറഞ്ഞ് ഈ വീട് കത്തിക്കാൻ പറഞ്ഞു. മദ്യപാനികളായ കൂട്ടുകാരെ ആ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വലിച്ചിറക്കി ആ വീട് വലിച്ച് പൊളിച്ച് മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു. ആ നാണിത്തള്ള ഹൃദയം നൊന്ത് പറഞ്ഞു, നീ ഒരിക്കലും ഗുണം പിടിക്കത്തില്ലെന്ന്. അവർ ഒരു ശാപവാക്കായിട്ട് തലേ കൈവച്ച് അവർ പറഞ്ഞു, നീ ഒരിക്കലും ഗുണം പിടിക്കത്തില്ലടാ എന്ന് പറഞ്ഞു. അത് ആ മാധവൻ നായരുടെ മകന് അത് എന്നേക്കും ഒരു കെട്ടുവെപ്പായി. വീണ്ടും കാലങ്ങൾ കടന്നു. മാധവൻ നായരും മരിച്ചു, മാധവൻ നായരുടെ ഭാര്യയും മരിച്ചു, ഈ മകൻ ഒറ്റയ്ക്കായി. പക്ഷെ അവന് വിവാഹം കഴിക്കുവാൻ സാധിക്കത്തില്ല. കാരണം അവന് പെണ്ണ് കൊടുക്കുന്നില്ല. വസ്തുവുണ്ട്, വകകളുണ്ട്, സമ്പാദ്യമുണ്ട്, സമ്പത്തുണ്ട്, പക്ഷെ ആരും അവന് പെണ്ണിനെ കൊടുത്തില്ല. അങ്ങനെ അവന് വീണ്ടും താന്തോന്നിയായിട്ട് ജീവിച്ചു. ഓരോ പ്രാവശ്യം പണം തികയാതെ വരുമ്പോൾ ഉള്ളതൊക്കെയും വിറ്റ് അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറി. ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ. ഇന്ന് ആ വീട് കാട് പിടിച്ച് ഇന്നവിടെ കിടക്കുകയാണ്. ഇവൻ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് ഓടി നടക്കുന്നൊരവസ്ഥ കുറച്ചു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവനെ കാണാനുമില്ല. ആ മകൻ എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. വരുത്തി വെച്ച വിനയാണ്, അത് വരുത്തി വെച്ച വിധിയാണ്. കഞ്ഞി കുടിക്കുവാൻ വേണ്ടി അല്ലെ ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിരുന്ന ആ അരിക്കലം അല്ലെ അരി തിളച്ചുകൊണ്ടിരുന്ന ആ കലം അവൻ അന്നേരത്തെ മദ്യപാനം മൂലം ആ മദ്യത്തിൻ്റെ ആസക്തി കൊണ്ട് അവൻ വലിച്ചു എറിഞ്ഞു. എന്നാൽ ഹൃദയവേദനയോടെ ആ തള്ള പറഞ്ഞ വാക്ക്, നീ ഒരിക്കലും ഗുണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞു. ആ വാക്ക് അതെ അവിടെ അത് വിധിയായിട്ട് മാറി. ഇന്ന് അവൻ്റെ അവസ്ഥ എന്താണ്, എവിടെയാണെന്ന് അറിയത്തില്ല.